ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷനിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ക്യാപിറ്റലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതർ ഇക്വിറ്റി ക്യാപിറ്റൽ കഴിഞ്ഞ അടുത്ത സെക്ഷൻ അതർ ഇക്വിറ്റിയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അതർ ഇക്വിറ്റിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, അതർ ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഫോം പറയുമ്പോൾ തന്നെ അതർ ഇക്വിറ്റിയിൽ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമുക്ക് അതൊന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്നതായിട്ടാണ് ക്യാപിറ്റൽ റിസർവ്. അടുത്ത് സെക്കൻഡ് പോയിൻ്റ് സി ആർ ആർ നമുക്കറിയാം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. തേർഡ് പോയിൻ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. സെക്യൂരിറ്റി പ്രീമിയം എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്കറിയാം, അതിൻ്റെ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ദെൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, DRR അക്കൗണ്ട്. CRR അക്കൗണ്ടിന് ശേഷം, DRR അല്ല CRR അക്കൗണ്ടിന് ശേഷം DRR അക്കൗണ്ട്, ദാറ്റ് ഈസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. റീവാലുവേഷൻ റിസർവ്, റീവാലുവേഷൻ പർപ്പസ് എന്തെങ്കിലും വരികയാണെങ്കിൽ റീവാലുവേഷൻ റിസർവ്. ദെൻ ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടാണ്. അതർ റിസർവ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് അത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസസിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്, DRR, CRR, അതുപോലെ തന്നെ എന്താണ് റിസർവുകൾ, റീവാലുവേഷൻ റിസർവ് പോലെയുള്ള ഐറ്റംസ് നമുക്കറിയാവുന്നതാണ്. ആ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് റിസർവിൽ വരുന്ന ഐറ്റമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിലൊരു സ്പെഷ്യാലിറ്റിയുള്ള ഐറ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്, ദാറ്റ് ഈസ് സർപ്ലസ്. നമുക്കറിയാം, സർപ്ലസ് ക്യാരിഡ് ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലെ കറണ്ട് ഇയർ പ്രോഫിറ്റും ലാസ്റ്റ് ഇയർ പ്രോഫിറ്റും കൂടി ചേർത്ത് ഉള്ള എമൗണ്ടിനെ ലാസ്റ്റ് ഏറ്റവും അവസാനം അപ്രോപ്രിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ബാലൻസ് വരുന്നത്, അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേഷൻസ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടിനെയാണ് ഇവിടെ സർപ്ലസ് എന്ന് പറയുന്നത്. ഇൻ കേസ് അവിടെ ഒരു എക്സ്പെൻസ് കൂടുതലുള്ള കമ്പനി ആണെങ്കിൽ, എൻറ്റിറ്റി ആണെങ്കിൽ അവിടെ എന്ത് വരാം, അവിടെ നെഗറ്റീവ് ബാലൻസ് വരാം. ഇപ്പം നെഗറ്റീവ് ബാലൻസ് വന്നാലും സർപ്ലസസ് ഹെഡിൽ നമ്മൾ നെഗറ്റീവ് ബാലൻസായിട്ട് നമ്മുടെ ലോസാണ്, പക്ഷേ സർപ്ലസ് എന്നുള്ള ഹെഡിൽ നെഗറ്റീവ് ബാലൻസായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് പതിവ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് ഫസ്റ്റ് പോയിൻ്റിലാണ് റിസർവ്സ് ആൻഡ് സർപ്ലസസിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ട്, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ്, ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്, അതർ റിസർവ്സ് സ്പെസിഫൈ. ദെൻ എന്താണ് സർപ്ലസ് പ്രോഫിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ നെഗറ്റീവ് ഫിഗറായിട്ടും അതേ ഹെഡിൽ തന്നെ എഴുതണമെന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ആ പോയിൻറ്റിനോട് കൂടി ചേർത്ത് പറഞ്ഞു, അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത പോയിൻ്റായിട്ടാണ്. നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ, അതായത് നമ്മുടെ എക്സ്പെൻസ് കൂടുകയും ഇൻകം കുറയുകയും ചെയ്താൽ നെഗറ്റീവ് ബാലൻസ് ആയിട്ടാണ് നമ്മുടെ സർപ്ലസ് വരിക, ദാറ്റ് ഈസ് ലോസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ബാലൻസ് ആയിട്ട് അവിടെ കാണിക്കണം. അത്രയാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത D പോയിൻ്റ് ആണ്. അപ്പോൾ C പോയിൻ്റാണ് നമ്മൾ ഇക്വിറ്റി ഡിസ്കസ് ചെയ്തത്. അടുത്ത D പോയിൻ്റാണ്, ദാറ്റ് ഈസ് ലയബിലിറ്റീസ്. അപ്പോൾ ഇക്വിറ്റി എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇക്വിറ്റിയിൽ രണ്ട് ഹെഡുകളാണ് വരുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്ന ക്യാപിറ്റലും അല്ലെങ്കിൽ ക്യാപിറ്റലും, ദെൻ അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസും ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ലയബിലിറ്റീസിൽ വരുന്നത് ഒന്നാമത്തെ പോയിൻ്റ് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. നോൺ കറണ്ട് ലയബിലിറ്റി മീൻസ് ദ ലയബിലിറ്റി സെറ്റിൽഡ് ആഫ്റ്റർ 12 months, അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കൊടുത്ത് തീർക്കേണ്ടുന്ന, അല്ലെങ്കിൽ 12 മാസത്തിലധികം കടം നിർത്തുന്ന, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാൻ 12 മാസത്തിലധികം സമയമെടുക്കുന്ന ലയബിലിറ്റിയാണ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നു. അത്തരം ലയബിലിറ്റീസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കണം. എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ്
നോൺ കറണ്ട് ലയബിലിറ്റിയിൽ വരാൻ നോക്കാം. നമുക്ക് നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വരുന്നു, നോൺ കറണ്ട് പ്രൊവിഷൻസ് വരുന്നു, ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഐറ്റത്തോളം പറഞ്ഞു. 4 ഐറ്റം എന്ന് പറയുന്നത് നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, നോൺ കറണ്ട് പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, ദെൻ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ക്ലാസിഫിക്കേഷൻ വരുന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്നത് ഇത് വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റാതെ വരുന്നത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് എ ലയബിലിറ്റി അല്ലെങ്കിൽ എന്താണ് സെറ്റിൽഡ് ആഫ്റ്റർ 12 months. 12 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 12 മാസത്തിനേക്കാൾ കൂടുതൽ കാലാവധി എടുത്ത് സെറ്റിൽ ചെയ്യുന്ന ലയബിലിറ്റിയാണ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിനിടയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ ഇത്രയും 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത്. ഇനി ഓരോ ഐറ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓരോ ഐറ്റം അറിഞ്ഞാലേ നമുക്കത് എഴുതാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ ഐറ്റം നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്നുള്ളത്. എങ്കിലും നമുക്കതിനെ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ദെൻ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. 3 ആയിട്ടാണ് പ്രധാനമായിട്ടും ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ദറ്റ് ഈസ് ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അപ്പോൾ ബോറോയിങ്സ് നമുക്കറിയാം, ബോറോയിങ്സ് ഒരു പ്രധാന ലയബിലിറ്റിയാണ്, കടം വാങ്ങുന്നത് എന്നുള്ളത്. ട്രേഡ് പേയബിൾസ് നമ്മൾ ട്രേഡിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുക്കാനുള്ള അല്ലെങ്കിൽ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് വരുന്ന പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ലയബിലിറ്റീസ് വരാം. ദെൻ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വരാം. ഇതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോറോയിങ്സ് ആണ്. ദെൻ ബോറോയിങ്സ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് ബോൺസ് ഓർ ഡിബഞ്ചേഴ്സ്. ബോറോയിങ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ബോറോയിങ്സിൽ വരുന്നതാണ് ബോണ്ടുകളും അതുപോലെ തന്നെ ഡിബഞ്ചറുകളും. അതായത് കടപ്പത്രം. കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ കടം വാങ്ങുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സും ബോൺസൊക്കെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പോലെ ഓപ്പൺ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ് വരുന്നു. ബി പോയിൻ്റ് ആയിട്ട് ടേം ലോൺസ്. ടേം ലോൺസ് എന്ന് പറയുന്നത്, ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക്, ടേംസിൽ ഉള്ള അല്ലെങ്കിൽ ടേമുകളിലേക്ക്, അതായത് ടേം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒന്നിലധികം വർഷങ്ങളിലേക്കുള്ള ലോണുകൾ, 5, 3, 4, 10 വർഷങ്ങളിലേക്കുള്ള ലോണുകളെ ടേം ലോൺസ് എന്ന് പറയാം. അത് ദാറ്റ് ഈസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ പാർട്ടീസ്. അപ്പോൾ ടേം ലോൺസിനെ ബാങ്കുകളിൽ നിന്നും അതർ പാർട്ടീസിൽ നിന്നും നമുക്ക് ടേം ലോൺസ് വാങ്ങാം, പർച്ചേസ് ചെയ്യാം. ദെൻ സി പോയിൻ്റ് ഡെഫേർഡ് പേയ്മെൻറ്റ് ലയബിലിറ്റീസ്. ഡെഫേർഡ് പേയ്മെൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ലയബിലിറ്റിയാണ്, പക്ഷേ അത് 2 or 3 ഗഡുക്കളായിട്ട് പേയ്മെൻറ്റ് നടത്താം. ഡെഫേർഡ് പേയ്മെൻറ്റ് ലയബിലിറ്റീസ്. ഡെപ്പോസിറ്റ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാം. പല കമ്പനികൾക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതാണ്. പല എൻറ്റിറ്റികൾക്കും, കമ്പനികളെ നമ്മൾ IFRSൽ എൻറ്റിറ്റി എന്ന് പറയുന്നു, പല എൻറ്റിറ്റികൾക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു ആരുടെ കയ്യിൽ നിന്ന്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു നോർമൽ പ്രൊസീജിയറാണ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടീസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റിലേറ്റഡ് പാർട്ടീസിൽ ആരൊക്കെ വരും? ഡയറക്ടേഴ്സ്, നമ്മുടെ എംപ്ലോയീസ്, അങ്ങനെ സബ്സിഡറീസിലുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ നമ്മളതിൽ പെടുത്തുന്നു. അപ്പോൾ റിലേറ്റഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ദെൻ ലോങ് ടൈം മെച്യൂരിറ്റീസ് ഓഫ് ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻസ്. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഫിനാൻഷ്യൽ ലീസ് ഒബ്ലിഗേഷൻസിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുന്ന അത്തരം ഒബ്ലിഗേഷൻസ്. ദെൻ അതർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് സ്പെസിഫൈ നേച്ചർ. മറ്റെന്തെങ്കിലും ടൈപ്പ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ബോറോയിങ്സ് ആണ് നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത്. ബോറോയിങ്സ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് ബോൺസ് ഓർ ഡിബഞ്ചേഴ്സ്, ടേം ലോൺസ്, deferred payment liabilities, deposits, loans and advances from related parties, long-term maturities or lease obligations, other loans and advances. These are the main borrowings. ഇനി ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട് ബോറോയിങ്സിനെ
സംബന്ധിച്ച് അതാണ് താഴെ പറയുന്നത്. ബോറോയിങ് ഷാൾ ഫർദർ ബി ക്ലാസിഫൈഡ് ആസ്, എല്ലാ കേസിലും നമ്മൾ പറഞ്ഞാണ് ഫർദർ ബി ക്ലാസിഫൈഡ് ആസ്. ഈ ബോറോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർ ബി ക്ലാസിഫൈഡ് ആസ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ലോൺ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബോറോ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. സെക്യൂർഡ് വേർതിരിച്ചറിയണം, അൺസെക്യൂർഡ് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കാര്യം പോലും നമുക്കറിയാം, ഇത്രയും നേരത്തെ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു ചെറിയ പോയിൻറ്റ്സ് പോലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. കാരണം ഷെയർ ഹോൾഡേഴ്സിനോട് കമ്പനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എന്താണ്, കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വേർ ലോൺസ് ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് ബൈ ഡയറക്ടേഴ്സ് ഓർ അതേഴ്സ്, ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് സച്ച് ലോൺസ് ഷുഡ് ബി സ്പെസിഫൈഡ് സെപ്പറേറ്റ്ലി. അതായത് ഏതെങ്കിലും ഡയറക്ടേഴ്സോ എംപ്ലോയീസ് നമ്മൾ പറയുന്നില്ല, ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് പാർട്ടീസോ അല്ലെങ്കിൽ കമ്പനിയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളോ അവരാരെങ്കിലും ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ലോണിന് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷുവർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ ബോൺസ് ഡിബഞ്ചേഴ്സ് ഇതെന്താണ്, ഷാൾ ബി സ്റ്റേറ്റഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഇൻ ദ കേസ് ഓഫ് എന്താണ്, റീപേയ്മെൻറ്റ്. അതായത് ബോൺസ് ആയാലും ഡിബഞ്ചേഴ്സൊക്കെ ആയാലും അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഡിസെൻഡിങ് ഓർഡറിലാണ്. മാക്സിമം പീരീഡിലേക്ക്, ഇപ്പോൾ 10 വർഷത്തേക്കാണ് നമ്മൾ മാക്സിമം ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുന്ന പീരീഡ് എന്നുണ്ടെങ്കിൽ ആദ്യം ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് 10 വർഷത്തേക്കുള്ള മാക്സിമം പീരീഡിലേക്കുള്ളതാണ്. അത് കഴിഞ്ഞ് അങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഡിസെൻഡിങ് ഓർഡറിൽ വേണം ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഓർഡർ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി. ദെൻ പർട്ടിക്കുലേഴ്സ് ഓഫ് എനി റെഡീംഡ് ബോൺസ് ഓർ ഡിബഞ്ചേഴ്സ് വിച്ച് ദ കമ്പനി ഹാസ് പവർ ടു റീഇഷ്യൂ. ഏതെങ്കിലും ഡിബഞ്ചേഴ്സോ അതുപോലെ തന്നെ ബോൺസോ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിക്കത് റീഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടോ, കമ്പനിക്കത് വീണ്ടും ഇഷ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ബോൺസ് ഓർ ഡിബഞ്ചേഴ്സോ ഉണ്ടോ, അത് സ്പെസിഫൈ ചെയ്യണം. ടേംസ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടൈം ലോൺസ് ദെൻ അതർ ലോൺസ് ഷാൾ ബി സ്റ്റേറ്റഡ്. നമ്മൾ റീപേയ്മെൻറ്റ് ടേംസ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. എടുത്ത ലോണുകളോ എടുത്ത ബോറോയിങ്സോ എങ്ങനെ റീപേ ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ റീപേയ്മെൻറ്റ് കണ്ടീഷൻ, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ദെൻ പീരീഡ് ആൻഡ് എമൗണ്ട് കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആസ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ്. ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയാലും ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയാലും എന്തെങ്കിലും ഡിഫോൾട്ട്സ് ഉണ്ടെങ്കിൽ, ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓരോ ഐറ്റം സെപ്പറേറ്റ് കേസായിട്ട്, അതായത് ഏതൊക്കെ ഡിഫോൾട്ടുകൾ വരുത്തിയിട്ടുണ്ടോ, ഏതൊക്കെ ലോണിനാണ് ഡിഫോൾട്ടുകൾ വരുത്തിയിട്ടുള്ളത്, ഏതൊക്കെ ഇൻട്രസ്റ്റാണ് നമ്മൾ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത്, ഏതൊക്കെ ലോൺ പേയ്മെൻ്റ് ആണ് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത്, ഇതൊക്കെ കൃത്യമായി സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോറോയിങ്സ് ആണ്. ബോറോയിങ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ബോറോയിങ്സിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഇതിൽ ബോറോയിങ്സിനെ നമ്മൾ വീണ്ടും എന്താണ്, കുറച്ച് പോയിന്റുകൾ ഡിഫൈൻ ചെയ്തു. നമുക്കറിയാലോ, ഒരു കമ്പനിയിൽ ബോറോ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേം ലോൺസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ച്, കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോറോയിങ് ഫെസിലിറ്റിയാണ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബോൺസ്, അല്ലേ? വളരെ ഈസി ആയിട്ട്, വളരെ ചീപ്പായിട്ട് ക്യാഷ് നമുക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ വളരെ ഈസിയാണ്, അല്ലേ? അപ്പോൾ ബോറോയിങ്സിൽ ആദ്യ ടോപ്പിക്കിൽ വരുന്നത് ഡിബഞ്ചേഴ്സും ബോൺസും ആണ്. പിന്നെ ടേം ലോൺസ് വരുന്നു. അത് ബാങ്കുകളിൽ നിന്നും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അതേഴ്സ് ആയിരിക്കും. അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. പിന്നെ കുറേ ഡെഫേർഡ് പേയ്മെൻറ്റ്സ്, ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം റിലേറ്റഡ് പാർട്ടീസ്, അങ്ങനെ കുറേ ഐറ്റംസ് പറഞ്ഞു. അത് കുട്ടികൾ പറയുക. പിന്നെ അതിൻ്റെ കുറച്ച് ടേംസ് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നോൺ കറണ്ട് ട്രേഡ് പേയബിൾസ് ആണ്. അപ്പോൾ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പേയബിൾ റിലേറ്റഡ് വിത്ത് ട്രേഡ്.
അല്ലേ? ഇറ്റ് ഈസ് ദ പേയബിൾസ് റിലേറ്റഡ് വിത്ത് ട്രേഡിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. അത് നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കറണ്ട് മീൻസ് ഇറ്റ് ഈസ് സെറ്റിൽഡ് ആഫ്റ്റർ 12 months, അല്ലേ? 12 മാസത്തിന് ശേഷം സെറ്റിൽ ചെയ്യുന്ന കാരണം കൊണ്ടാണ്, 12 monthsന് ശേഷം സെറ്റിൽ ചെയ്യുന്ന കാരണം കൊണ്ടാണ് അതിനെ നോൺ കറണ്ട് ലയബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് പറയാം എന്താണ് ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പേയബിൾസ് ഇൻ എന്താണ് അസോസിയേറ്റ് വിത്ത് ദ ട്രേഡ്, അല്ലേ? അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പേയബിൾസിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നോൺ കറണ്ട് ആകുമ്പോൾ എന്തായിരിക്കും? 12 മാസത്തിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ കറണ്ട് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിൻ്റ്, അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസാണ് പറഞ്ഞ് അതിലെ രണ്ടാമത്തെ പോയിൻ്റ്, അതായത് എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഒന്നാമത്തെ പോയിൻ്റാണ് നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. സെക്കൻഡ് പോയിൻ്റ് നോൺ കറണ്ട് പ്രൊവിഷൻസ്, അല്ലേ? പ്രൊവിഷൻസ് സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് അതേഴ്സ്. ഈ പ്രൊവിഷൻസിനെ നോൺ കറണ്ട് പ്രൊവിഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ കൂടുതൽ പ്രൊവിഷൻ ചെയ്ത് വയ്ക്കുകയാണ്. സാധാരണ പ്രൊവിഷൻസൊക്കെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ കഴിയും, അല്ലേ? ഒരു വർഷത്തിന് കൂടുതൽ പ്രൊവിഷൻ ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ വരുന്നത് സാധാരണഗതിയിൽ വരുന്നത് എംപ്ലോയീസ് പ്രൊവിഷനാണ്. എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊവിഷൻ ചെയ്ത് മാറ്റിവെക്കാം. അതേഴ്സ് ഉണ്ടെങ്കിൽ അതേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. തേർഡ് പോയിൻ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് നേരത്തെ പറഞ്ഞിരുന്നു. ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ കമ്പനി പേസ് ലോവർ ടാക്സ് ഡ്യൂറിങ് എ പീരീഡ് ദാൻ ദി ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി. അതായത് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിയേക്കാൾ കുറവ് ടാക്സ് അടയ്ക്കുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് കൂടുതലായിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെന്താണ് ആക്ച്വൽ പേയ്മെൻറ്റിനേക്കാൾ അല്ലെങ്കിൽ ആക്ച്വൽ ഡ്യൂ എമൗണ്ടിനേക്കാൾ കുറവ് ടാക്സാണ് നമ്മൾ നേരത്തെ അടച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വരുന്ന ടാക്സ് ലയബിലിറ്റിയെ നമുക്ക് എന്തായിട്ട് പറയാം? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയാം. ദെൻ നാലാമത്തെ ടോപ്പ് ഹെഡാണ് അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഈ നേരത്തെ പറഞ്ഞ മൂന്നും അല്ലാത്ത നോൺ കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റികളെയാണ് നമ്മൾ അതർ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ്, ലീഗൽ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സെട്ര. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ് വയ്ക്കാം. കസ്റ്റമേഴ്സിന് നമ്മുടെ ഡീലേഴ്സ് ഉണ്ടായിരിക്കാം. നമ്മൾ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ ഡീലർഷിപ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങി വെച്ചിരിക്കാം. ഇത്തരം സെക്യൂരിറ്റി വാങ്ങുന്ന എമൗണ്ടിനെ നമുക്ക് അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. ദെൻ ലീഗൽ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ്. പുറത്തേക്ക് നമ്മുടെ ലീഗൽ ക്ലെയിംസ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ടിനെയാണ് ലീഗൽ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അത്തരം എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്തായിട്ട് പറയണം? നോൺ കറണ്ട് ലയബിലിറ്റിയുടെ അതർ നോൺ കറണ്ട് ലയബിലിറ്റിയുടെ ഭാഗമായിട്ട് പറയണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ എന്താണ്? നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അതിൽ കുറേ ഐറ്റംസ് പറഞ്ഞു. 2 നോൺ കറണ്ട് പ്രൊവിഷൻസ് ആണ്, കുറച്ചായിട്ടേ ഉള്ളൂ. ദെൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ദെൻ എന്താണ്? അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, നേരത്തെ പറഞ്ഞ 3ലും ഉൾപ്പെടുത്താത്ത നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇത്രയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസിലെ 2 ടൈപ്പാണല്ലോ പ്രധാനമായിട്ടും വരിക. ഒന്ന് നോൺ കറണ്ട് ലയബിലിറ്റിയും, സ്വാഭാവികമായിട്ടും നോൺ കറണ്ട് ലയബിലിറ്റി കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? കറണ്ട് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 12 മാസം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയാം 12 മാസമോ അതിനേക്കാൾ കൂടുതലോ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റിയെ നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം, അല്ലേ? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റിയെ നമുക്ക് എന്തായിട്ട് പറയാം? കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാം എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് എ ലയബിലിറ്റി സെറ്റിൽഡ് ആഫ്റ്റർ 12 months. And in the case of current liability, it is settled within 12 months. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 12 മാസം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുന്നതും,
കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 12 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്യത്യാസം കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കാം. അടുത്തത് നമുക്കെന്താണ് കറണ്ട് ലയബിലിറ്റിയിലെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 4. കറണ്ട് ലയബിലിറ്റീസിനെ നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഈ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. കാരണം നോൺ കറണ്ടിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഒരേ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് എബൌട്ട് 12 മന്ത്സ് സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട്, ആൻഡ് വിതിൻ 12 മന്ത്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കറണ്ട്. അത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് സെയിം ആണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ദെൻ ക്ലാസിഫൈഡ് ആസ് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, നോർമലി എന്താണ് അതർ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് പ്രൊവിഷൻസ്, കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. ഇതൊക്കെയാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒന്നാമത്തെ ആയിട്ടാണ് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ദെൻ നോർമലി കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 3. ദാറ്റ് ഈസ് കറണ്ട് ബോറോയിങ്സ്, കറണ്ട് ട്രേഡ് പേയബിൾസ്, ദെൻ അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. കറണ്ട് ബോറോയിങ്സ് ഒന്നാമത്തെ പോയിൻ്റ്, കറണ്ട് ട്രേഡ് പേയബിൾസ് രണ്ടാമത്തെ പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻ്റ് അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കപ്പോൾ ബോറോയിങ്സ് എന്താണെന്ന് നോക്കാം. ദെൻ ബോറോയിങ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. അപ്പോൾ ഇവിടെ ബോറോയിങ്സിന് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? ഇവിടെ കറണ്ട് ബോറോയിങ്സ് ആണ്. കറണ്ട് ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റിൽഡ് വിത്തിൻ 12 മന്ത്സ് ആണ്. 12 മാസം, ഒരു വർഷത്തെ കാലാവധിയുള്ള ബോറോയിങ്സിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? കറണ്ട് ബോറോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കാലാവധിയുള്ള ബോറോയിങ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ടോപ്പിക്കായിട്ട് തന്നെ ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. എന്താ ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്തരം ലോണുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബാങ്കിൽ നിന്നൊരു ഡിമാൻഡ് ലോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാങ്ക് എപ്പോൾ ആവശ്യപ്പെടുന്നോ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ദാറ്റ് ഈസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ പാർട്ടീസ്. ആ ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ലോണ് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ നിന്ന് എടുക്കാം, അതും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് വാങ്ങാം. അതിൽ തന്നെ മൂന്നാമത്തെ പോയിൻ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം റിലേറ്റഡ് പാർട്ടീസ്. ഈ ഡിമാൻഡ് ലോൺ നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റഡ് പാർട്ടീസിൽ നിന്ന് എടുക്കാം. സാധാരണഗതിയിൽ എൻറ്റിറ്റീസൊക്കെ കമ്പനീസൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖ അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നോ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് വേസ് ആൻഡ് മീൻസ് ലോണുകൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് ചെയ്യാൻ പറ്റാവുന്നതായിരിക്കാം, ചെയ്യാം. അപ്പോൾ അത്തരം റിലേറ്റഡ് പാർട്ടീസ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അതർ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദെൻ എന്ത് ചെയ്യുക? സ്പെസിഫൈ ദ നേച്ചർ. അപ്പോൾ ഒന്നാമത്തെ ബോറോയിങ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ബോറോയിങ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് പോയിൻ്റാണ് ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഒന്നാമത്തെ പോയിൻ്റ് ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. അത് ബാങ്കിൽ നിന്നാവാം, മറ്റു പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നാവാം. ബി പോയിൻ്റ് എന്ന് പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം റിലേറ്റഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നുള്ള ലോണുകളായിരിക്കാം. സി പോയിൻ്റ് ഡെപ്പോസിറ്റ്സ്. ദെൻ ഡി പോയിൻ്റ് അതർ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നേച്ചർ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. സെക്കൻഡ് പോയിൻ്റ് ബോറോയിങ് ഷാൾ ഫർദർ ക്ലാസിഫൈഡ് ആസ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. അതായത് ബോറോയിങ്സ് വീണ്ടും എന്ത് ചെയ്യണം? ഓരോ ക്ലാസിഫിക്കേഷനിലും ഇപ്പോൾ നമ്മളിവിടെ ഡി വരെ പറഞ്ഞു, ABCD അല്ലേ? ABCD എന്ന് പറയുന്ന 4 പോയിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എവരി ഐറ്റം ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു 2. അതായത് അത് സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ, ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത്, ഈ ലോൺസൊക്കെ വാങ്ങുന്നത് സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ആണോ, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണോ, അൺസെക്യൂരിറ്റി അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടാണോ. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലോൺസ് ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് ബൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ലോണുകൾ ഡയറക്ടേഴ്സോ റിലേറ്റഡ് പാർട്ടീസോ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം.
പീരീഡ് ആൻഡ് എമൗണ്ട് ഓഫ് ഡിഫോൾട്ട് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. നമ്മുടെ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ഡിഫോൾട്ട്സ് എന്തൊക്കെയാണ്? കൃത്യമായിട്ടുള്ള ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എന്താണ്, ലോണ് തിരിച്ചടയ്ക്കാത്ത എമൗണ്ടുകളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റീപേ ചെയ്യാത്ത എമൗണ്ടുകളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? അപ്പോൾ ഇത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ട്രേഡ് പേയബിൾസ് ആണ്. അപ്പോൾ കറണ്ട് ട്രേഡ് പേയബിൾസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ട്രേഡ് പേയബിൾസ് മീൻസ് ദ പേയബിൾസ് റിലേറ്റഡ് വിത്ത് ട്രേഡ് ആക്ടിവിറ്റീസ്, അല്ലേ? പേയബിൾസ് റിലേറ്റഡ് വിത്ത് ട്രേഡ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. ദെൻ കറണ്ട് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് ദ ട്രേഡ് പേയബിൾസ് സെറ്റിൽഡ് ബിഫോർ 12 months ഓർ വിത്തിൻ 12 months. ബിഫോർ 12 months അല്ല, വിത്തിൻ 12 months, 12 മാസത്തിനുള്ളിൽ പേ ചെയ്യുന്ന, സെറ്റിൽ ചെയ്യുന്ന ട്രേഡ് പേയബിൾസിനെയാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? കറണ്ട് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കറണ്ട് ട്രേഡ് പേയബിൾസിൽ വരുന്നതെന്ന് നോക്കാം. ദീസ് ഇൻക്ലൂഡ് കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടൈം കറണ്ട് ട്രേഡ് പേയബിൾസിൽ ഇറ്റ് ഈസ് ദ ട്രേഡ് പേയബിൾസ് സെറ്റിൽഡ് വിത്തിൻ 12 months, 12 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്ന കറണ്ട് ട്രേഡ് പേയബിൾസ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഐറ്റം പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതർ പേയബിൾസ്, സർവീസസ് റെൻഡറിങ് ഏജൻസി ആണെങ്കിൽ അത് വരാം. അടുത്തത് അതർ കറണ്ട് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അതർ കറണ്ട് ലയബിലിറ്റീസ് ഓർ അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദീസ് ഇൻക്ലൂഡ് കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് എ ലോങ് ടൈം ഡെപ്റ്റ്. അതായത് ലോങ് ടൈം ഡെപ്റ്റാണ്, പക്ഷേ ഇപ്പോഴാണത് ഈ വർഷമാണ് മെച്യൂരിറ്റി ആവുന്നത്. അത്തരം കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടൈം ഡെപ്റ്റ്. ദെൻ കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻസ്. ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻസ് സാധാരണ കുറേ ലെങ്തി ആയിരിക്കാം. അതിൻ്റെ കറണ്ട് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ അൺപെയ്ഡ് ഡിവിഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അൺപെയ്ഡ് ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ പേ ചെയ്യാതെ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പേ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള അൺപെയ്ഡ് ഡിവിഡൻസ്. ദെൻ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫോർ അലോട്ട്മെൻറ്റ് മണി. അതായത് അലോട്ട്മെൻറ്റ് മണിക്ക് വേണ്ടി അല്ലെങ്കിൽ നേരത്തെ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം ഓവർ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് മണി. അൺപെയ്ഡ് മെച്യൂർഡ് ഡെപ്പോസിറ്റ്സ്. നമ്മുടെ ഡെപ്പോസിറ്റ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ മെച്യൂർഡായി, പക്ഷേ അത് അൺപെയ്ഡ് ആണ്, ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല, അത്തരം കേസ്. ദെൻ അൺപെയ്ഡ് മെച്യൂർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ദെയർ ഓൺ. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും അതിൻ്റെ ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിരിക്കാം, അതുണ്ടെങ്കിൽ അത്. ദെൻ മെച്യൂർഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, ഈ വർഷം മെച്യൂരിറ്റി ആവുന്ന ഡിബഞ്ചേഴ്സ്, ഈ വർഷം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങുന്ന ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഇൻട്രസ്റ്റ്. ദെൻ അതർ പേയബിൾസ്, മറ്റെന്തെങ്കിലും പേയബിൾസ് ഉണ്ടെങ്കിൽ അതും. ഇതൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് എന്തിൽ പറയുന്നത്? അതർ കറണ്ട് അസറ്റ്സ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കൃത്യമായിട്ട് പറയാം. ദാറ്റ് ഈസ് കറണ്ട് മെച്യൂർ. അപ്പോൾ ഇവിടെ നമ്മളൊരു 2 സ്പെസിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. അതായത് ഒന്ന് എന്താണ്? കറണ്ടാണ്. 2 ഫിനാൻഷ്യൽ ലയബിലിറ്റീസാണ്. അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഈ അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയാനുള്ള കാരണം, നേരത്തെ നമ്മൾ കറണ്ട് ലയബിലിറ്റിയാണ് പറഞ്ഞത്. കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ കറണ്ട് ട്രേഡ് ലയബിലിറ്റി പറഞ്ഞു. ഇനി പറയുന്ന അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റി. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? അതിലാണ് എന്താണ്? ലോങ് ടൈം ഡെപ്റ്റ് മെച്യൂരിറ്റി ആണെങ്കിൽ, എന്താണ് ലോങ് ടൈം ലീസ് മെച്യൂരിറ്റി ആവുകയാണെങ്കിൽ കറണ്ട് ഇയറിൽ, ഇൻട്രസ്റ്റ് അക്രൂഡ് ആണെങ്കിൽ, അൺപെയ്ഡ് ഡിവിഡൻ്റ് ആണെങ്കിലൊക്കെ അവിടെയാണ് വരുന്നത്. ഇനി സെക്കൻഡ് പോയിൻ്റ്, അടുത്ത ഹെഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്, അതർ കറണ്ട് ലയബിലിറ്റീസ്. ഇനി എന്താണ്? ട്രേഡുമായിട്ട് ബന്ധമില്ലാത്ത കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മുടെ എക്സ്പെൻസുകൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെൻസുകൾ ചിലപ്പോൾ ഓരോ മാസം എൻഡിലായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴായിരിക്കും കൊടുക്കുക. എനിവേ അതിൻ്റെ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ട്രീറ്റഡ് ആസ് അതർ ലയബിലിറ്റീസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്. അത് വിത്തിൻ 12 months ആയാൽ മതി. വിത്തിൻ 12 months സെറ്റിൽമെൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അതർ കറണ്ട് ലയബിലിറ്റീസ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള റവന്യൂസ് കിട്ടിയിട്ടുണ്ട്, അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്
ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. 3 പേറോൾ ടാക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സസ് ഉണ്ടെങ്കിൽ അത്. ദെൻ 4th പോയിൻറ്റ് അതേഴ്സ് സ്പെസിഫൈ നേച്ചർ. ദെൻ 3rd പോയിൻറ്റ് കറണ്ട് പ്രൊവിഷൻസ് മീൻസ് ഷോർട്ട് ടൈം പ്രൊവിഷൻസ്, അതായത് 12 മാസത്തിനുള്ളിലുള്ള പ്രൊവിഷൻസിനെയാണ് നമ്മൾ കറണ്ട് പ്രൊവിഷൻ എന്ന് പറയുന്നത്. കറണ്ട് പ്രൊവിഷൻ ദാറ്റ് ഈസ് ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് അതേഴ്സ്. അപ്പോൾ പ്രൊവിഷനിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ കറണ്ടിൻ്റെയും നോൺ കറണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ്. കറണ്ട് പ്രൊവിഷൻസിൽ വരുന്നത് എംപ്ലോയീസിനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും അതർ പ്രൊവിഷൻസാണ്. അതർ പ്രൊവിഷൻസ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണം, കൃത്യമായിട്ട് ഡിവിഷൻ ചെയ്ത് കാണിക്കണം. ദെൻ അടുത്തത് 4th പോയിൻറ്റ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരൈറ്റാണ്. കമ്പനീസ് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നു. സാധാരണഗതിയിൽ കൃത്യമായിട്ടുള്ള അഡ്വാൻസ് ടാക്സാണ് കമ്പനികൾ അടയ്ക്കുന്നത്. കൃത്യമായിട്ട് അതിന് ഒരു ടാക്സ് അടയ്ക്കുന്നതിനുള്ളൊരു ഡേറ്റും അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു എമൗണ്ട് അങ്ങനെ അടയ്ക്കാൻ പറയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള അതിന് കണക്കുണ്ട് ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നതിന്. അങ്ങനെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു സ്ഥാപനം അവരെന്ത് ചെയ്യുന്നു, അവർ അടച്ച ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ടാക്സ് എമൗണ്ടിനേക്കാൾ കുറവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അടച്ച ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, ചില സമയത്ത് ടാക്സ് നമ്മൾ അടച്ച എമൗണ്ട് സാധാരണ ഡ്യൂ ചെയ്ത എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും. അത്തരം കേസുകൾ ആ ടാക്സ് ലയബിലിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്. അപ്പോൾ അഡീഷൻസ് അടയ്ക്കേണ്ടി വരും. അഡീഷണലായിട്ട് ആ വർഷത്തെ അക്കൗണ്ടിൽ തന്നെ നമ്മൾ അഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടയ്ക്കേണ്ടി വരുമ്പോഴാണ് അതിനെ എന്തായിട്ട് പറയുന്നത്, കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്നുള്ള ഹെഡിൽ വരുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ടോപ്പിക്കിലെ നമ്മുടെ എന്താണ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ IFRS ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, SOFP എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ പഠിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഇപ്പോൾ വരയ്ക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള പേരിലാണ്. അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റില്ല, ബാലൻസ് ഷീറ്റ് എന്നും വിളിക്കാം. അതിൽ സാധാരണ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് തന്നെ, പക്ഷെ അവിടെ എഴുതേണ്ട ചില ടേംസും ചില പേരുകളും കൃത്യമായിട്ട് ഷെഡ്യൂളിൽ ഷെഡ്യൂൾ നമ്പർ 3 ഇന്ത്യൻ കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ നമ്പർ 3 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും ഇത്തരം ബാലൻസ് ഷീറ്റ് പ്രസൻറ്റേഷനെ പറ്റി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഓർഡറിൽ കൃത്യമായിട്ടുള്ള നമ്പറുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റംസും, ഇപ്പോൾ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സിലെ 9 ഐറ്റംസ് നമ്മൾ ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. 9 ഐറ്റംസ് ഉണ്ട്. ആ 9 ഐറ്റംസും എന്താണെന്നും ആ 9 ഐറ്റത്തിൻ്റെ സബ് ഐറ്റംസ് ആയിട്ട് സബ് പോയിൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ വരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. ദെൻ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ 4 കറണ്ട് അസറ്റ്സ് ടോപ്പിക്കാണ് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4 കറണ്ട് അസറ്റാണ് നമ്മുടെ ഈ സ്പെസിമെനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ലയബിലിറ്റീസ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സും അതുപോലെ തന്നെ ആദ്യം ഫിക്സഡ് അസറ്റ്സും പിന്നെ കറണ്ട് അസറ്റ്സും കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് എഴുതാനുള്ള സ്പേസ് വിടുക. അതിനുശേഷം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇതുപോലെ തന്നെ കുറച്ച് ഐറ്റംസാണ് വരുന്നത്, നമുക്കറിയാവുന്ന ഐറ്റംസ് തന്നെയാണ്, പക്ഷേ ചില പേരുകളിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് മെത്തേഡിൽ ബിൽഡിങ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള പേരിൽ എഴുതാറുണ്ട്, പ്രെമിസസ് എന്നുള്ള പേരിൽ എഴുതാറുണ്ട്, മെഷീനറി എന്നുള്ള പേരിൽ എഴുതാറുണ്ട്. ഒക്കെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അതിലൊക്കെ പർച്ചേസ് പ്രൈസ് ലെസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൃത്യമായിട്ടുള്ള പേരുകൾ പറയുന്നുണ്ട്. PPE എന്നുള്ള ഹെഡാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്.
അതിലാണ് ഒട്ടുമിക്ക അല്ലെങ്കിൽ എന്താണ് ഭൂരിഭാഗം അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും സാധാരണ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്, മെഷീനറി പോലെയുള്ള ഐറ്റംസൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും ആ PPE എന്നുള്ള ഹെഡിന് അണ്ടറിലാണ്. അപ്പോൾ ഓരോ ഐറ്റംസും ഓരോ ഹെഡുകളും അതിന് അടിയിൽ വരുന്ന അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന സബ് ഐറ്റംസും പഠിച്ചാൽ മാത്രമാണ് ഈ ചാപ്റ്റർ നന്നായിട്ട് സുഗമമായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, SOFP കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക. അടുത്തതായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 175 പേജ് നമ്പർ 175 ഇല്ലസ്ട്രേഷൻ 1 ആണ്. ക്വസ്റ്റ്യൻ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ വായിക്കാം. കുട്ടികൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് പേജ് നമ്പർ BBA ടെക്സ്റ്റ് ബുക്ക്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 175 പേജ് നമ്പർ എടുത്തു വയ്ക്കുക. അതിൽ ഇല്ലസ്ട്രേഷൻ 1 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികളൊപ്പം വായിക്കുക. From the following information, prepare the balance sheet of Amar Limited as on 31st March 2019. അമർ ലിമിറ്റഡിൻ്റെ എന്താണ് നമുക്ക് താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷനും അമർ ലിമിറ്റഡിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ വായിക്കാം, ശ്രദ്ധിക്കാം. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ PPE ആണ്, അങ്ങനെ തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും നമുക്ക് എടുത്തെഴുതിയാൽ ആ പോയിൻ്റ് അങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ മതി, ഈസിയാണ്. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 41 lakhs, ഗുഡ്വില്ല് 5 lakhs, ഇക്വിറ്റി ക്യാപിറ്റൽ 10 രൂപയുടെയാണ്, അത് 40 lakhs. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം 4 ലക്ഷമാണ് ഇക്വിറ്റി ക്യാപിറ്റൽ വരിക. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണെങ്കിൽ അങ്ങനെയാണ് 40 lakhs വരുന്നത്. Then 8% debentures, that is 12,40,000. Capital work in progress 4 lakh. Patent rights 10,60,000. അപ്പോൾ പാറ്റൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇൻറ്റാഞ്ചിബിൾ അസറ്റിൽ വരുന്ന ഒരു ഐറ്റാണ് പാറ്റൻറ്റ് റൈറ്റ്. ഫ്രാഞ്ചൈസി കണ്ടിട്ടില്ലേ, ഡീലർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫ്രാഞ്ചൈസസ് അത് 2 lakh ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഗുഡ്വില്ല് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഗുഡ്വിൽ എന്നുള്ള ഹെഡിൽ മാത്രം വരുന്നതാണ്. ആ ഹെഡിൽ ഗുഡ്വിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ ഹെഡുണ്ട്, അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റ് ഇൻറ്റാഞ്ചിബിൾ അസറ്റുകളാണ് പാറ്റൻറ്റ് റൈറ്റും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസസും. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി 10 lakhs, ജനറൽ റിസർവ് 10 lakhs, സർപ്ലസ് ആസ് പെർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചുള്ള സർപ്ലസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ്, ആ പ്രൊവിഷൻസ് ഫോർ കണ്ടിൻജൻസീസിൽ ബ്രാക്കറ്റിൽ ലോങ് ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംശയം അവിടെ തീരും, 1 lakh ആണ്. ദെൻ ഷോർട്ട് ടേം ബോറോയിങ്സ് 2 lakhs ആണ്. ട്രേഡ് പേയബിൾസ് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ദാറ്റ് ഈസ് 12,030,000. Deferred tax asset 1,40,000. Inventories 22 lakhs. Trade receivables 2,60,000. Current tax assets 1 lakh. 9% term loans 20 lakhs. Cash and bank 2,40,000. Current tax liabilities 1,60,000. ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം വളരെ ചെറിയ പ്രോബ്ലമാണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് കൃത്യമായിട്ട് അതേ ടോപ്പിക് തന്നെ തന്നിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്, അതുപോലെ തന്നെ പ്ലാന്റ്, അതുപോലെ തന്നെ മെഷീനറി, അതുപോലെ തന്നെ മറ്റ് വെഹിക്കിൾ, ഇങ്ങനെയൊക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പറയാം. അതുപോലെ ഓരോ ഐറ്റംസും ഇപ്പോൾ ഇതിലിപ്പോൾ 1-2 ഐറ്റംസാണ്, ലൈക്ക് എന്താണ് നമ്മുടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്, അതായത് പാറ്റൻറ്റ് റൈറ്റ്, ഫ്രാഞ്ചൈസി. പാറ്റൻറ്റ് റൈറ്റും ഫ്രാഞ്ചൈസിയും വരുന്നത് എന്തിലാണ്? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ്. ടെക്സ്റ്റിൽ തെറ്റിയിട്ട് ടാഞ്ചിബിൾ അസറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നതാണ്.
അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ്. അപ്പോൾ ഇങ്ങനെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്ന 2 ഐറ്റം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുത്താൻ. അവിടെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള ഹെഡിൽ എഴുതേ വേണ്ടൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഐറ്റം നമുക്ക് എടുക്കാം, ദാറ്റ് ഈസ് പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PPE. അതാണ് ഒന്നാമത്തെ ഐറ്റം. ഈ ഒന്നാമത്തെ ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് 5 ആയിട്ടാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോഴും മനസ്സിലാകാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഓൾഡ് മോഡലിൽ നമുക്ക് തരാമല്ലോ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം, ഫർണിച്ചർ അല്ലെങ്കിൽ 1 lakh, മെഷീനറി 10 lakhs എന്നൊക്കെ പറഞ്ഞ് 4 or 5 ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഹെഡൊക്കെ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റൊക്കെ വരച്ച് വെച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ വരച്ച് വെച്ചതിന് ശേഷം താഴെ ഒരു വർക്കിംഗ് നോട്ട് ഓപ്പൺ ചെയ്യണം. അതിനെ നമ്മൾ പറയുന്ന പേര് വർക്കിംഗ് നോട്ട് എന്നല്ല, നോട്ട്സ് ഫോർ അല്ലെങ്കിൽ എന്താണ് നോട്ട് അക്കമ്പനി അല്ലെങ്കിൽ അക്കമ്പനിയിങ് നോട്ട്സ്. എന്താണ് അക്കമ്പനിയിങ് നോട്ട്സ്? അതായത് ഇതിനായിട്ട് അക്കമ്പനി ചെയ്യുന്ന നോട്ട്സ്. ഇനി അത് പറഞ്ഞില്ലെങ്കിലും തെറ്റൊന്നുമില്ല, വെറുതെ നോട്ട്സ് എന്ന് എഴുതിയാലും മതി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ നോട്ട് നമ്പർ 1, ദാറ്റ് ഈസ് PPE, അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഓരോ ഐറ്റം എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി ആണെങ്കിൽ മെഷീനറി, ഓരോ ഐറ്റം എടുത്ത് എഴുതി ടോട്ടൽ കാണാം. ആ ടോട്ടൽ എമൗണ്ട് മാത്രമാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ പാടുള്ളൂ. പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള നമ്മുടെ ഹെഡിലേക്ക് വരുന്നത് എന്തുമാത്രമേ പാടുള്ളൂ? നമ്മുടെ നോട്ടിൽ എഴുതി ടോട്ടൽ ചെയ്ത എമൗണ്ട് മാത്രമേ അവിടേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3-4 ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട് എന്നുള്ള കോളത്തിൽ അതിന് നേരെ PPEയുടെ നേരെ നോട്ട് നമ്പർ 1 എന്ന് റെക്കോർഡ് ചെയ്യണം. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതണം, അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു ഐറ്റമായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണ്ട, അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് വരച്ച് വെക്കുക. ഞാൻ അതിന് മുൻപായിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സിന് നമുക്ക് നോട്ട് വേണ്ട, കാരണം അതിൻ്റെ എമൗണ്ട് ഡയറക്റ്റായിട്ട് ഒന്നിച്ചാണ് തന്നിട്ടുള്ളത്. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് നമുക്ക് ഒന്നിച്ച് തന്നിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, പേറ്റൻറ്റ് റൈറ്റ് ഫ്രാഞ്ചൈസി ഓൾറെഡി പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞാണ്, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ്. പേറ്റൻറ്റ് റൈറ്റും ഫ്രാഞ്ചൈസിയും അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നതായിട്ടാണ്. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ട് നമുക്ക് എന്ത് വേണം? നോട്ട് വേണം. അപ്പോൾ ഇതായിരിക്കാം ആദ്യം. അങ്ങനെ നോട്ട് നമ്പർ 1, 2, 3 അങ്ങനെയില്ല. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിന് 1 എന്ന് കൊടുക്കുക, രണ്ടാമത്തെ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ അതിന് 2 എന്ന് കൊടുക്കുക. അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ടാണ് നോട്ട് നമ്പർ കൊടുക്കുന്നത്. പിന്നീട് ഇവിടെ ഒരു ഐറ്റം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 8% ഡിബഞ്ചേഴ്സും ഉണ്ട്, 9% ടേം ലോൺസും ഉണ്ട്. ഇത് രണ്ടും ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ വരുന്ന എന്താണ് ഞാൻ പറയുന്നത് കേട്ടോ. 8% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ലോങ് ടൈം ലോണാണ്, ടേം ലോൺസിൽ വരുന്ന, അതായത് നോൺ കറണ്ട് ലോൺസിൽ വരുന്നതാണ്, ടേം ലോണിൽ വരുന്നതാണ്, ടേം ബോറോയിങ്സിൽ വരുന്നതാണ് എന്ത് 8% ഡിബഞ്ചേഴ്സ്. അതുപോലെ ടേം ലോൺസിൽ വരുന്നതാണ് 9% ടേം ലോൺസ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഹെഡാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. പിന്നെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്കാണ് ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു, അടുത്ത ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.